പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. കള്ളം പൊളിച്ച് കോടതി. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി. ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ ഫലപ്രഖ്യാപനം സുപ്രീംകോടതി റദ്ദാക്കി. വീണ്ടും വോട്ടെണ്ണിയ ശേഷം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു. ബാലറ്റിൽ കൃത്രിമം കാണിച്ച വരണാധികാരി അനിൽ മസിഹയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുപ്രീംകോടതി ജനാധിപത്യത്തെ രക്ഷിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമിച്ചു എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ബാലറ്റ് പേപ്പറുകളിൽ വരണാധികാരി അടയാളം രേഖപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അസാധുവാക്കിയ 8 വോട്ടുകൾ കൂടി പരിഗണിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ചട്ടലംഘനത്തിന്റെ പേരിൽ വരണാധികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലറ്റ് പേപ്പറും ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനുവരി 30-നാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നതും ബിജെപിയുടെ മനോജ് സോങ്കറിനെ വരണാധികാരി അനിൽ മസിഹി മേയറായി പ്രഖ്യാപിച്ചതും. 24 ഡൽഹി. വന്യജീവി ഭീതി ഒഴിയാതെ നാട്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സർവകക്ഷി യോഗം. ജനകീയ സമിതികൾ രൂപീകരിക്കുമെന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് യോഗശേഷം പ്രഖ്യാപിച്ചത്. 3 മന്ത്രിമാരുടെ സംഘമാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വയനാട്ടിലെത്തിയത്. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വയനാട്ടിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിന് തുടർച്ചയായാണ് മന്ത്രിമാരായ കെ രാജൻ, എം ബി രാജേഷ്, എ കെ ശശീന്ദ്രൻ എന്നിവർ ജില്ലയിൽ എത്തിയത്. വന്യജീവി ശല്യം മോണിറ്റർ ചെയ്യാൻ ജനകീയ സമിതിക്ക് രൂപം നൽകാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ അറിയിക്കാനും ജനങ്ങളെ അറിയിക്കാനുമുള്ള സംവിധാനമായി ഇത് മാറും. നോഡൽ ഓഫീസർക്ക് സ്വതന്ത്രാധികാരവും സ്പെഷ്യൽ ഓഫീസും നൽകും. വനവൽക്കരണം, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം എന്നിവ വേഗത്തിൽ നടപ്പാക്കും. മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ കൈക്കൊണ്ട 27 മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചു. 15 എണ്ണം നടപ്പാക്കിയെന്നും മന്ത്രി കെ രാജൻ. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. വന്യജീവി വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൂട്ടായി പരിഹരിക്കേണ്ട പ്രശ്നമാണിതെന്നും മന്ത്രി എം ബി രാജേഷ്. ഒരു തരത്തിലും ഇതിനെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇത് അതിനുപയോഗിക്കേണ്ട ഒരു അവസരമല്ല. ക്രൈസിസിന്റെ ഒരു സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അതേസമയം UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചു. MLA-മാരായ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസാദ് മരക്കാരുടെ നേതൃത്വത്തിൽ UDF-ന്റെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ജില്ലയിലെ ചാർജുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് 2 മന്ത്രിമാരുടെ എസ്കോർട്ടോട് കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിൽ എത്തിയിട്ടുള്ളത്. വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിൻ്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നാണ് CPI നേതൃത്വം സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ച പ്രധാന ആവശ്യം. 24 വയനാട്. വന്യമൃഗശല്യം തുടർക്കഥയായ വയനാട്ടിൽ സന്ദർശനം നടത്തിയ മന്ത്രിസംഘത്തിന് നേരെ UDF പ്രവർത്തകർ കരിങ്കൊടി വീശി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ UDF-ന്റെ രാപ്പകൽ സമരം തുടരുകയാണ്. പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രിമാർ വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ചു. ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ചയും നടത്തി. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ ജനരോഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് UDF-ന്റെ 24 മണിക്കൂർ സമരം.
കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ജില്ലയിലെ മന്ത്രിയായ ശശീന്ദ്രൻ നടക്കുന്ന കണ്ടാൽ അദ്ദേഹത്തിന് ആരോ മയക്കുവെടി വെച്ചതാണെന്നുള്ളത് അദ്ദേഹത്തിന് ആരോ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നടപ്പും വർത്തമാനവും കണ്ടാൽ വയ്യെങ്കിൽ ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ആവുന്നവരെ ഏൽപ്പിക്കാൻ. അതിനിടെ ജില്ലയിലെത്തിയ മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി വീശി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ മന്ത്രിമാർ സന്ദർശനം നടത്തി. പടമലയിലെ അജീഷിന്റെ വീട്ടിലെത്തിയ വനം മന്ത്രിക്കെതിരെ മകൻ ഉൾപ്പെടെ രോഷം പ്രകടിപ്പിച്ചു. മാനന്തവാടി രൂപത ബിഷപ്പും യാക്കോബായ സഭാ നേതൃത്വവുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാവുന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഉള്ളതാണ് ചെയ്യാനുള്ളത്. കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ നഷ്ടപരിഹാരം നൽകിയതിനെതിരെ BJP കർണാടക ഘടകം രംഗത്തെത്തി. 24 വയനാട്. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖന വീണ്ടും ജനവാസ മേഖലയിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവിൽ ഇന്ന് പുലർച്ചെയാണ് ആനയെത്തിയത്. വനംവകുപ്പിന്റെ പെട്രോളിംഗ് സംഘം ആനയെ നാഗർഹോള വനമേഖലയിലെ മച്ചൂർ ഭാഗത്തേക്ക് തിരിച്ചുകയറ്റി. ഇന്നലെ നാഗർഹോള വനമേഖലയിലായിരുന്ന ആന പുലർച്ചെ 4 മണിയോടെയാണ് കേരള കർണാടക അതിർത്തി പ്രദേശമായ മരക്കടവിലെത്തിയത്. ആനയുടെ സിഗ്നൽ ലഭിച്ചുടൻ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് വനം വകുപ്പിന്റെ RRT സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പുലർച്ചെയോടെ കബനി നദി നീന്തിക്കടന്ന ആന മരക്കടവിലെ തോട്ടം മേഖലയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങിയെങ്കിലും ഫെൻസിംഗ് തടസ്സമായി. വനം വകുപ്പ് സംഘം ജനവാസ മേഖലയിലേക്ക് കടത്താതെ ആനയെ ബെല്ലൂർകൂപ്പ മച്ചൂർ ഭാഗത്തേക്ക് തുരത്തുകയായിരുന്നു. ആളുകളുടെ രാവിലെ മുതൽ വളരെ ഭയചകിതരായിട്ടാണ് ഇരുന്നത്. എങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ആളുകളുടെ സമയോചിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ജനനിബിഡമായി ഈ പ്രദേശത്ത് ആന കടക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അവസാനം ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ബേലൂർ മഗ്ന മച്ചൂർ ഭാഗത്താണുള്ളത്. ആന നടന്നുപോയ കബനി തീരത്ത് കാൽപ്പാടുകൾ ദൃശ്യമാണ്. ഇതാണ് അവരുടെ ഒരു സ്ഥിരം പോയിൻ്റാണ്. ഒരു നേരം വയലിലെത്തും. അവിടെ ഞങ്ങളിവിടെ രാത്രി കാവൽ കൊടുക്കും. കൃഷിയുള്ളപ്പോൾ ഇക്കൊല്ലം കുറേ ഭാഗം ആനക്കാരുടെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പുഞ്ച കൃഷി കുറച്ച് മേലെ ഭാഗത്തേ ഉള്ളൂ. അങ്ങനെ എപ്പോഴത്തെ സ്ഥിതി. ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്. വന്യജീവി ആക്രമണം ഒഴിയാതെ സംസ്ഥാനത്തെ വിവിധ ജനവാസ മേഖലകൾ. ഇടുക്കി വെള്ളത്തൂവലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. മലയാറ്റൂർ ഇല്ലിത്തോട്ടിലും അതിരപ്പള്ളിയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ ഉച്ചയോടെയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ അക്രമകാരിയായില്ലെങ്കിലും അതിരപ്പള്ളിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പെട്ടിക്കട തകർത്തു. തുമ്പൂർമൊഴിയിൽ പ്രവർത്തിക്കുന്ന കൊന്നക്കുഴി സ്വദേശി സുഹറയുടെ കടയാണ് പുലർച്ചെ 3 മണിയോടെ കാട്ടാനക്കൂട്ടം തകർത്തത്. പുൽപ്പള്ളി 56 ആശ്രാമംകൊല്ലി മേഖലകളിൽ ഇറങ്ങിയ കടുവയ്ക്കായി വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. കടുവയുടെ കാൽപ്പാടുകൾ നിരീക്ഷിച്ച് മയക്കുവെടി വെക്കാനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം. 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. കടുവ മുന്നിൽ ചാടി ഒരു ബൈക്ക് യാത്രികനും പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ രാത്രിയും പകലും വനം വകുപ്പ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇടുക്കി വെള്ളത്തൂവലിൽ 2 ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. പുലി എന്ന സംശയത്തിലാണ് നാട്ടുകാർ. വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് തീരുമാനം. 24 ഇടുക്കി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ വയനാട് സന്ദർശിക്കും. വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തുടർച്ചയായി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു. ആ ഘട്ടത്തിലാണോ കേന്ദ്രത്തിന്റെ ഇടപെടൽ?
അനുജ, ഇന്ന് 3 മണിക്ക് ഡൽഹിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് കേരളത്തിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചത്. കേരളത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വയനാട് പുൽപ്പള്ളിയിലെ ഈ വന്യജീവി മനുഷ്യ സംഘർഷം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടായത്. യോഗത്തിൽ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിളിച്ചു ചേർത്ത യോഗത്തിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ തന്നെ നടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ വയനാട് സംഘർഷ മേഖല പ്രശ്നബാധിത പ്രദേശം സന്ദർശിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മന്ത്രിയോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നാളെ വയനാട്ടിൽ എത്തുമെന്നാണ് യോഗത്തിന് ശേഷം വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ ഈ പാരിസ്ഥിതിക സന്തുലനം പാലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, വയനാട്ടിൽ നാളെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് സന്ദർശനം നടത്തും. മറ്റൊരു വാർത്ത, മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. CMRL കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. അത്തരം കമ്പനികൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിയോ എന്നും VD സതീശൻ ചോദിച്ചു. തോട്ടപ്പള്ളിയിൽ ധാതുമണൽ കൊള്ളയടിക്കാൻ KSIDC കൂട്ടുനിന്നുവെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ. മാസപ്പടിയിൽ 2021 ആരംഭിച്ച ED അന്വേഷണം എന്തിനു മറച്ചുവെച്ചുവെന്ന് ചോദിച്ച VD സതീശൻ അതിന് ഇടനിലനിന്ന BJP നേതാക്കൾക്കും മറുപടി പറയാമെന്ന് കൂട്ടിച്ചേർത്തു. CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJP-ക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. എക്സാലോജിക്കിന് സംഭാവനകൾ നൽകിയ കമ്പനികളെക്കുറിച്ചും അവർക്ക് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നും അടുത്ത ചോദ്യം. ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക. CMRL കമ്പനി ഉടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ച വായ്പാ തുക എവിടേക്ക് പോയെന്നതിലും മുഖ്യമന്ത്രിയോട് വ്യക്തത തേടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിക്കിൽ എത്തിയിട്ടില്ല. എവിടെ പോയി? ബാക്കി പണം എവിടെ പോയി? ഇതിനിടെ തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ തനിക്കെതിരെ നൽകിയ കേസ് നിയമപരമായി നേരിടുമെന്നും ഷോൺ ജോർജും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ KMML ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് KSIDC refused to increase the offered rate. അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് KSIDC ആണ്. ഈ ഓർഡറിൽ കൃത്യമായി കാണുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 25 വർഷമായി ലോക്സഭാംഗമായ സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്നാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിലെത്തിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥികളായ ചുന്നിലാൽ ഗരാസിയ, മദൻ റാത്തോഡ് എന്നിവരും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗങ്ങളായി. പശ്ചിമ ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സാഗരിക ഘോഷ്, സുഷ്മിത ദേവ്, മമത ബാല താക്കൂർ, നദീമുൽ ഹക്ക് എന്നിവരും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് രാഹുൽ ഗാന്ധി ജാമ്യമെടുത്തത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി അടക്കം 11 പേർക്ക് അസം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ ബംഗളൂരുവിലെ വാർത്താ സമ്മേളനത്തിൽ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ചുവെന്നാരോപിച്ച് BJP നേതാവ് വിജയ് മിശ്ര നൽകിയ മാനനഷ്ട കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് രാഹുൽ കോടതിയിൽ ഹാജരായത്. 25,000 രൂപയുടെ ആൾജാമ്യത്തിലും
അതേ തുകയുടെ വ്യക്തിഗത ബോണ്ടിലുമാണ് ജാമ്യം. രാഹുൽ നിരപരാധിയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോടതി ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ കോടതിയിൽ നിന്നും മടങ്ങി. നേരത്തെ കേസിൽ സമൻസ് അയച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കം 11 പേർക്ക് അസം പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. ഫെബ്രുവരി 23-ന് ഗുവാഹത്തിയിൽ CID ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ്. 24 ഡൽഹി. BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്ത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് സ്വീകരണമൊരുക്കുന്നത് ചർച്ച ചെയ്യാൻ മധ്യപ്രദേശ് PCC അധ്യക്ഷൻ ജിത്തു പട്വാരി വിളിച്ച കൂടിയാലോചനാ യോഗത്തിലാണ് കമൽനാഥ് ഓൺലൈനായി പങ്കെടുത്തത്. ബംഗളൂരുവിൽ ആത്മീയ ഗുരുവിനെ കാണാൻ പോയതിനാലാണ് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തതെന്ന് കമൽനാഥുമായി അടുപ്പമുള്ള നേതാക്കൾ അറിയിച്ചു. കമൽനാഥ് ഒരു കാരണവശാലും കോൺഗ്രസ് വിടില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം മകൻ നകുൽനാഥ് BJPയിൽ ചേർന്നേക്കും. കർഷക സമരം ഡൽഹിയിലേക്ക് നീങ്ങാനിരിക്കെ കർഷകർക്ക് തിരിച്ചടി. മോട്ടോർ വാഹന നിയമപ്രകാരം ഹൈവേകളിൽ ട്രാക്ടറുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടു. ജനങ്ങൾ തടിച്ചു കൂടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പഞ്ചാബ് സർക്കാരിനും നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിയതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ സമരം ശക്തമാവുകയാണ്. മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ട്രാക്ടർ ട്രോളികൾ ഹൈവേകളിൽ ഓടിക്കരുതെന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർദ്ദേശം. മൗലികാവകാശങ്ങൾ പോലെ ഭരണഘടനാപരമായ കടമകളും പാലിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായേ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ സമരം തടയാൻ ഹരിയാന പോലീസ് സ്വീകരിച്ച നിയന്ത്രണങ്ങളെയും കോടതി വിമർശിച്ചിരുന്നു. 5 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളിയ കർഷക സംഘടനകൾ 23 വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അനുകൂല സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. സർക്കാർ के मंत्री ने कहा था भी जो मांगे अभी रह गई है तो किसान लीडर भी बोलेंगे भी इस प्रस्ताव अच्छा है, तो हमने तो प्रस्ताव रद्द कर दिया. अब अन्य मांगों के ऊपर केंद्र क्या बोल रहा है ये सुबह पता चल जाएगा. കൂടുതൽ ട്രാക്ടറുകളുമായി പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ശംഭുവിലേക്ക് എത്തുന്നുണ്ട്. പോലീസും സർവ്വസന്നാഹവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമരവുമായി വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നതിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാർ. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. സപ്ലൈകോയിലെ വിലവർദ്ധനയ്ക്കെതിരെ മന്ത്രി GR അനിലിന്റെ വസതിയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. വില വിവര പട്ടിക പ്രദർശിപ്പിച്ചാണ് പ്രതിഷേധം. ഇപ്പോൾ വീടിന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് സബ്സിഡി സാധനങ്ങൾക്ക് 13 ഇനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിലെ വിലവർദ്ധനയ്ക്കെതിരെയാണ് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അടുത്ത വാർത്ത. തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിൽ വിദ്യാർത്ഥികളുടെ കൂട്ട ആത്മഹത്യാ ഭീഷണി. ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. സസ്പെൻഷൻ പിൻവലിച്ചെന്നറിയിച്ചെങ്കിലും പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 15ഓളം പേരാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആ എഴുതുന്ന ലെറ്റർ ഇവരെ കാണിച്ചു കൊടുക്കാം. മറിച്ചാണോ ഞങ്ങൾ എഴുതുന്നതെന്നറിയാൻ കാണിച്ചു കൊടുക്കാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിന് യാതൊരു വ്യത്യാസമില്ല. ഇവര് കാണിച്ചത് ഞാൻ പറഞ്ഞത് തന്നെ. ആ കാര്യത്തിന് യാതൊരു വ്യത്യാസമില്ല. പെശക് പറ്റി അത് തിരുത്തും. ഒരു ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ നമുക്കൊരു പെശക് സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തി ഇവരെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, സസ്പെൻഷൻ പിൻവലിക്കണമെന്നതായിരുന്നില്ലേ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാന ആവശ്യം? ഇപ്പോൾ അതിന് മാനേജ്മെന്റ് വഴങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും വിദ്യാർത്ഥികൾ അവിടെ തുടരുകയാണോ കെട്ടിടത്തിന് മുകളിൽ? വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ ആത്മഹത്യാ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഈ കെട്ടിടത്തിന് മുകളിൽ ഇപ്പോഴും തുടരുകയുള്ളതാണ്. പലതും ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത് നടപടി പിൻവലിക്കണമെന്നാണ് ആദ്യം ഈ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിനെന്തായാലും മാനേജ്മെന്റ് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ പിൻവലിക്കാമെന്നുള്ള ഉറപ്പ് നൽകി കഴിഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, ഇവർക്കെതിരെ നടപടിയെടുത്ത, അതായത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കേസുകൾ ചൂണ്ടിക്കാണിക്കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിനെതിരെ
പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇന്റേണൽ മാർക്ക് വിവാദത്തിൽ അത് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അത് തിരുത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാനേജ്മെന്റ് അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ആത്മഹത്യാ ഭീഷണി ഇപ്പോഴും തുടരുകയാണ്. പോലീസും ഫയർഫോഴ്സും കോഓപ്പറേറ്റീവ് ലോ കോളേജിലാണ് വിദ്യാർത്ഥികളുടെ കൂട്ട ആത്മഹത്യാ ഭീഷണി. ഇപ്പോഴും അവർ കെട്ടിടത്തിന് മുകളിൽ തുടരുന്നു. തിരുവനന്തപുരം പേട്ടയിൽ 19 മണിക്കൂറോളം കാണാമറയത്തിരുന്ന കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിലെത്തിയതിന്റെ സാധ്യതകൾ തിരഞ്ഞ് പോലീസ്. കുട്ടിക്ക് പരിചയമുള്ള സ്ഥലമായതിനാൽ ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോകലാണെന്ന് സ്ഥിരീകരിക്കാവുന്ന സൂചന ലഭിച്ചിട്ടില്ല. തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയിൽ ഉറച്ചു മാത്രം അന്വേഷണം നടത്തിയിരുന്ന പോലീസ് വഴിമാറുകയാണ്. കുട്ടിയെ കണ്ടെത്തിയ അറപ്പുര വിളാകത്തെ കാടുപിടിച്ച ചതുപ്പിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആളുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അറപ്പുര വിളാകത്തു നിന്നും ചാക്കയിലേക്കുള്ള ഇടറോഡ് വഴിയെത്തി കുളത്തിന് സമീപത്തുകൂടി കുറ്റിക്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന സംശയത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചു. എന്നാൽ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊന്നും കിട്ടിയില്ല. മാത്രവുമല്ല, ചില ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും തുമ്പില്ല. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇതോടെയാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു തുടങ്ങിയത്. ഇതിനായി ഡോക്ടർമാരടക്കം വിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. കുഞ്ഞിന്റെ രക്ഷിതാക്കളും മറ്റും സ്ഥിരമായി കുളിക്കുന്നത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള കുളത്തിലാണ്. കുട്ടിക്കും ഈ സ്ഥലം പരിചയമുണ്ട്. കുഴിയിൽ വീഴാതെ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് കണ്ടെത്തി. ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ മൊഴി നിർണായകമാകും. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും. കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കൗൺസിലിംഗ് ഉൾപ്പെടെ ഉറപ്പാക്കും. കുഞ്ഞിനെ CWC സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിച്ചേക്കില്ല. 2 സീറ്റേ നൽകാനാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതായാണ് സൂചന. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. CPI ഈ മാസം 26-നും CPIM ഈ മാസം 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റെല്ലാ മുന്നണികളും 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലേക്ക് എത്തുമ്പോൾ UDF-ൽ ഇതുവരെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. ലീഗിന് 2 സീറ്റേ ഉണ്ടാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് ധാരണ. എന്നാൽ ഇത് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ് ഞങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗിന് പ്രതീക്ഷ ഉണ്ടോ 3ാം സീറ്റിൽ ഇപ്പോഴും? അത് നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല. തീരുമാനമാകുമ്പോൾ പറയുന്നതാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ചർച്ചകൾ തുടരുന്നത്. LDF-ൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 27-ഓടെ പൂർത്തിയാവും. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം CPI 26-നും CPIM 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികളായി പേരുകൾ പലതും വരുമെന്നും തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണെന്നും CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. വാർത്തകൾ പല പേരും വരും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയും LDF-ഉമാണ്. BJPയും ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ച BJPക്ക് ഗുണം ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തിരുവനന്തപുരത്ത് യുവാവിന് 4-അംഗ സംഘത്തിന്റെ മർദ്ദനത്തിൽ ഗുരുതര പരുക്ക്. കാട്ടാക്കട സ്വദേശി സുലൈമാനാണ് പരുക്കേറ്റത്. കാട്ടാക്കട സ്വദേശി മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചെന്നാണ് പരാതി. മർദ്ദന ദൃശ്യങ്ങൾ 24-ന്. ഗോഡ്സെ പ്രകീർത്തനം നടത്തിയ കോഴിക്കോട് NIT-യിലെ അധ്യാപിക ഷൈജ ആണ്ടവന് ജാമ്യം. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ ഷൈജ ആണ്ടവന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. സംസ്ഥാനത്തിന് അർഹമായ പണം ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാട് ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ. മാർച്ചിലെ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ കേന്ദ്രം സംസ്ഥാനത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തെ ഉയർന്ന ചൂട് കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. പ്രൈം ടൈം ന്യൂസ് അവസാനിച്ചു.